ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മുടെ +1 ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രീന്റെ തേർഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ തിയറി കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ തിയറി ആൻഡ് പ്രോബ്ലം എങ്ങനെ നമ്മൾ പ്രീവിയസ് ഇയർ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് നമ്മുടെ എക്സാമിന് എങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളതായിരുന്നു സെക്കൻഡ് പാർട്ട്. അതേതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് തേർഡ് പാർട്ടും. ഓക്കെ, അപ്പൊ തേർഡ് പാർട്ടും അതിന്റെ അതേ കണ്ടിന്യൂവേഷൻ തന്നെയാണ് വരിക. സോ ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കണ്ടതിന് ശേഷം മാത്രം അന്യന്മാരും അനിയത്തിമാരും മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കുക. നമ്മുടെ മുന്നിൽ ഇത് ഒരുപാട് സമയമുണ്ട്. അത് പറഞ്ഞാൽ ഒരുപാട് സമയമില്ല, എന്നാലും സമയമുണ്ട്. നിങ്ങളൊന്നും ലാസ്റ്റ് മിനിറ്റ് ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരല്ലല്ലോ. ലാസ്റ്റ് മിനിറ്റ് പഠിക്കുകയാണെങ്കിൽ അവിടെ ബുക്ക് എടുക്കുന്നു, എക്സാം പോയിന്റ് എടുക്കുന്നു, ടെക്സ്റ്റ് എടുക്കുന്നു, NCERT എന്താ നിങ്ങൾക്ക് പഠിക്കണമെന്ന് അറിയില്ല ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ. ഇതാകുമ്പോൾ നിങ്ങൾ തുടക്കം തന്നെയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങളുടെ ഒപ്പം പഠിച്ചു വരിക. ഓക്കെ, സ്റ്റുഡന്റിന്റെ ഒപ്പം പഠിച്ചു വന്നാൽ തന്നെ സക്സസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടെ. ഈ ഒരു പാർട്ടിൽ ഞാൻ തുടങ്ങുന്നത് നേരത്തെ ഞാൻ വൈൻഡപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഈ ഒരു പാർട്ടിൽ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റിംഗ് റിയേജന്റ്. ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതാം. 3 gram of H2 react with 29 gram of oxygen to yield water, to yield H2O അല്ലെ water. ഇതിനെ നമുക്ക് കണ്ടുപിടിക്കണം. ലിമിറ്റിംഗ് റിയേജന്റ് എക്സസ് ഏതാണ്, കുറവ് ഏതാണ്, എത്ര കിട്ടും, അതൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിലൂടെ തന്നെ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വെറുതെ ഒന്നിനൊന്ന് അത് വേണ്ടല്ലോ. ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലേ നല്ലത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കുറെ ആയി പറയുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്മുടെ. ഓക്കെ, നമ്മുടെ റിയാക്ഷൻ എന്താണ്? H2യും O2യും കമ്പൈൻ ചെയ്തിട്ട് H2O ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലേ സ്റ്റാൻഡേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ. 2H2 plus O2 gives 2H2O എന്നുള്ള റിയാക്ഷൻ ആണ് അല്ലെ. ഇതല്ലേ നമ്മുടെ വെള്ളം ഉണ്ടാക്കുന്ന വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഇതല്ലേ. ഓക്കെ, 2H2 plus O2 gives 2H2O ആണ് നമ്മുടെ റിയാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഓക്കെ, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 2 × 2 4 അല്ലേ, 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 gram ആണ്. ഓക്സിജന്റെ കേസ് ആണെങ്കിൽ ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ? ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 16 × 2 എത്രയാ? 32. 32 gram ആണ്. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് കിടക്കുന്ന കേസ് ആണെങ്കിൽ ഞാൻ പറയാം. നമുക്ക് 2 ബ്രാക്കറ്റിന് 2 രണ്ടിന് കോമൺ ആണ് അല്ലെ. 2H2O ആണ്. 2 രണ്ടിനും കോമൺ ആണ്. അപ്പൊ 2 ബ്രാക്കറ്റിന് പുറത്തെടുത്തു. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 1 ആണ്. ഇൻഡു എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ? 16 ആണ്. എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം ഉണ്ട് അല്ലെ. അങ്ങനെയല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 2 × 1 2 പ്ലസ് 16 16 പ്ലസ് 2 എത്രയാ? 18 18 × 2 എത്രയാ? 36. 36 gram. ഇങ്ങനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എളുപ്പത്തില് 4 gram ഹൈഡ്രജന് 32 gram കൂടെ ഓക്സിജൻ കഴിഞ്ഞാൽ 32 gram ഓക്സിജനെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 32 പ്ലസ് 4 എത്രയാണ്? 36. അങ്ങനെയും ചെയ്യാം, തെറ്റൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോർമാറ്റിൽ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയും ശരിയാണ്. 4 + 32 ചെയ്ത 36 കിട്ടും. നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എത്രത്തോളം മാസ് റിയാക്ടന്റ് കൊടുത്തു അതേ ഇതിലേ കിട്ടുള്ളൂ. 36 gram കൊടുത്തു കഴിഞ്ഞാൽ 36 കിട്ടുള്ളൂ അല്ലെ. അപ്പൊ 4 + 32 = 36. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഈസി വേ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ 4 gram ഓക്സിജൻ കമ്പൈൻ 4 gram ഹൈഡ്രജൻ 32 gram ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ 36 gram വെള്ളം കിട്ടി. അങ്ങനെയല്ലേ സംഭവം അല്ലെ. ഇങ്ങനെയാണല്ലോ. 4 gram ഹൈഡ്രജൻ 32 gram ഓക്സിജന്റെ കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ 36 gram വെള്ളം കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ എത്ര ഗ്രാം ഹൈഡ്രജനാണ് തന്നിരിക്കുന്നത്? 3 gram ഹൈഡ്രജൻ അല്ലേ. അപ്പൊ 4ന് പകരം ഇവിടെ എത്രയാണ്? 3 gram ആണ്. 3 gram ഹൈഡ്രജൻ റിയാക്ട് നമ്മുടെ ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെയും കണ്ടുപിടിക്കണം അതല്ലേ. ഇവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഒന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഒന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ മതി. ഇതിനെ ക്രോസ് ചെയ്താൽ പോരെ. അപ്പോ 3 × 32 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ നമുക്ക് ഇവിടത്തെ ആൻസർ കിട്ടും അല്ലെ. 3 × 32 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നമുക്ക് ഉത്തരം എത്ര കിട്ടുക? 24 കിട്ടും. ഓക്കെ, 24 gram ആണ് നമുക്ക് കിട്ടുക അല്ലെ. 24 gram നമുക്ക് എന്ത് കിട്ടി? ഓക്സിജൻ കിട്ടി.
അപ്പോ ഞാൻ ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. 4 ഗ്രാം ഹൈഡ്രജൻ 32 ഗ്രാം ഓക്സിജൻ കൂടെ കമ്പൈൻ ചെയ്ത് 36 ഗ്രാം വെള്ളം കിട്ടി. അതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ഗ്രാം ഹൈഡ്രജന് പകരം ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 3 ഗ്രാം ഹൈഡ്രജൻ ആണ്. 3 ഗ്രാം ഓഫ് H2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വേണം, എന്നാൽ എത്ര കിട്ടും എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ എത്ര വേണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം, എന്നിട്ട് ക്രോസ് ചെയ്യാം, ഡിവൈഡ് ബൈ 4 ചെയ്യാം. 3 into 32 ഡിവൈഡ് ബൈ 4 നിങ്ങൾക്ക് 24 കിട്ടി അല്ലേ? ഇവിടെ 36 നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞു 4 + 32 36 ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ പറയാൻ പറ്റും? 3 + 24 gives 27 gram of H2O. അപ്പൊ നമുക്ക് വെള്ളം കിട്ടിയില്ലേ? 3 ഗ്രാം ഹൈഡ്രജൻ 24 ഗ്രാം വെള്ളത്തിന് കൂടെ ഓക്സിജൻ കൂടെ കമ്പൈൻ ചെയ്തിട്ട് 27 ഗ്രാം ഓഫ് H2 കിട്ടി. 3 + 24 ആണ് 27 കിട്ടി അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ചെയ്യാന്ന്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ എന്ത് പറയാൻ പറ്റും? 24 ഗ്രാം മതി നമ്മൾക്ക് 3 ഗ്രാമിന്. 3 ഗ്രാമിന് 24 ഗ്രാം മതി അല്ലേ? പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ എത്ര തന്നിട്ടുണ്ട്? 29 ഗ്രാം ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട് അല്ലേ? 24 മതി, പക്ഷെ 29 തന്നിട്ടുണ്ട്. അപ്പൊ എത്രയാണ് അവിടെ എക്സസ്? എത്രയാണ് അവിടെ? 29 - 24 5 ആണ് അല്ലേ? 5 ഗ്രാം ഓഫ് ഓക്സിജൻ ഈസ് എക്സസ്. എക്സസ് ഏതാണ്? ഓക്സിജൻ ആണ്. എത്രയാണ് എക്സസ്? 5 ഗ്രാം ആണ് എക്സസ്. അപ്പൊ ഇതിൽ ലിമിറ്റിംഗ് റിയേജന്റ് ഏതായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണ്? പെട്ടെന്ന് തീർന്നു പോകുന്നതല്ലേ? ഇതിൽ ഓക്സിജൻ ആണ് എക്സസ് കൂടുതൽ, ഇപ്പൊ കുറവ് പെട്ടെന്ന് തീർന്നു പോകുന്നത് ഏതായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിൽ എന്താ ഉണ്ടായിരുന്നത്? എത്രത്തോളം റിയേജന്റ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്? 5 ഗ്രാം റിയേജന്റ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. 4 ഗ്രാം ഓക്സിജന്റെ 4 ഗ്രാം ഹൈഡ്രജന് 32 ഗ്രാം ഓക്സിജൻ കൂടെ ചേരും 36 കിട്ടി. 3 ഗ്രാം ആവുമ്പോൾ എക്സിറ്റ് കൊടുക്കുക, ക്രോസ് ചെയ്യുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക, ആൻസർ കിട്ടും. എത്ര കിട്ടി? എത്ര ഫൈനൽ ആൻസർ കിട്ടിയത്? 24 കിട്ടി. 24 + 3 27 ആണ് H2O കിട്ടി. അപ്പൊ എത്രയാണ് അവിടെ എക്സസ്? 24 മതി. ചോദ്യത്തിൽ 29 തന്നിട്ടുണ്ട്. അപ്പൊ 29 - 24 5 ഗ്രാം ആണ് എക്സസ്. 5 ഗ്രാം ഓഫ് ഏതാണ് എക്സസ്? O2 ആണ് എക്സസ്. അപ്പൊ O2 എക്സസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈഡ്രജൻ ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പ്രീവിയസിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. അതായത് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുക. എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം. അതല്ലേ? അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയാം. എനിക്ക് ക്വസ്റ്റ്യൻ എഴുതണ്ട, നിറയുണ്ട്. കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07 gram of percentage of hydrogen. അപ്പൊ ഹൈഡ്രജൻ എത്രയാണ്? ഹൈഡ്രജൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പെർസെന്റേജ് കോമ്പോസിഷൻ ഹൈഡ്രജൻ എത്രയാണ്? 4.07 ആണ്. of hydrogen, 24.27% of carbon. Okay, carbon എത്രയാണ്? 24.27% of carbon. Okay, and 71.65% of chlorine. അല്ലെ? ക്ലോറിൻ എത്രയാണ്? 71.65% of chlorine. The molar mass is 98.96. ഇവിടെ ഞാൻ എഴുതാം. മോളാർ മാസ് 98.96 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പൊ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, വാട്ട് ഈസ് ദി എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല? ഈ തന്നിരിക്കുന്ന 1, 2, 3 + 4 ഡാറ്റ ഉപയോഗിച്ചിട്ട് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പെർസെന്റേജ് ഇല്ലേ, നമ്മൾ ആദ്യം റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്താൽ മതി.
തന്നിരിക്കുന്ന പെർസെന്റേജ്, ആദ്യത്തെ പെർസെന്റേജ് എത്രയാ? 4.07 അല്ലേ? ഡിവൈഡഡ് ബൈ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. സോ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 4.07 തന്നെ കിട്ടി. 4.07 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 4.07 തന്നെയല്ലേ? ഓക്കെ, അടുത്തത് നിങ്ങൾ ചെയ്ത് നോക്കൂ. 24.27 ഡിവൈഡഡ് ബൈ കാർബണിന്റെ അറ്റോമിക് മാസ്. കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാ? 12 ആണ്. സോ 24.27 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.002 കിട്ടും. ഓക്കെ, അടുത്തത് ക്ലോറിന്റെ പെർസെന്റേജ് 71.65 ആണ്. ഡിവൈഡഡ് ബൈ അതിന്റെ അറ്റോമിക് മാസ്. ക്ലോറിന്റെ അറ്റോമിക് മാസ് എത്രയാ? 35.5 ആണ്. നമുക്ക് ഉത്തരം എത്ര കിട്ടും? 2.018 എന്ന് കിട്ടും. 2.018 എന്ന് കിട്ടും. ഓക്കെ, കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ അടുത്തത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കണം. റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ കൊണ്ട് ബാക്കി മൂന്നിനെയും, ഇത് ഉൾപ്പെടെ മൂന്നിനെയും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ഇതിന്റെ നമ്മുടെ ഹെഡിങ് എന്താ എഴുതുക? സിമ്പിൾ റേഷ്യോ. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന വാല്യൂ 4.07 ആണ്. ഡിവൈഡഡ് ബൈ ഇത് മൂന്നിലെയും ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 4.07 വലുതാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. 2.002യും 2.018. ഓഫ് കോഴ്സ് ഇത് ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ, 2.001 ആണ്. 2.001 ആണ്. അപ്പോ നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ ഏതാ വരിക? 2.001 അല്ലേ? 2.001 അല്ലേ? 2.002നേക്കാളും ചെറുത്. അപ്പോ ആദ്യം 4.07നെ 2.001 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടുക? 2.02 എന്ന് കിട്ടും. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലോ, അല്ലേ? ഓക്കെ, അടുത്തത് 2.002നെ ഡിവൈഡഡ് ബൈ 2.001 ചെയ്യാം. ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ആൻസർ എത്ര കിട്ടുക? 1.004 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഇതിനെ തന്നെ ഇത് വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. 2.001 ഡിവൈഡഡ് ബൈ 2.001 എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി ഇതിനെ എന്ത് ചെയ്യാം? റൗണ്ട് ഓഫ് ചെയ്തിട്ട് എഴുതാം, ഹോൾ നമ്പർ ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ആ ഒരു വാല്യൂ നമ്മുടെ ഹെഡിങ് എന്ത് എഴുതാം? ഹോൾ നമ്പർ എഴുതാം അല്ലേ? ഹോൾ നമ്പർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. 2.02നെ ഹോൾ നമ്പർ ആക്കുമ്പോൾ എന്താവും? 2 ആവും അല്ലെ? ഈ ഡെസിമൽ ശേഷമുള്ള വാല്യൂസ് പോലെ 2 ആവും. 1.004നെ ഹോൾ നമ്പർ ആക്കുമ്പോൾ 1 ആവും. ഇവിടെ എന്താ ഉള്ളത്? 1 ആണ്. സോ 1 ആണ്. അപ്പൊ നമുക്ക് എംപിരിക്കൽ ഫോർമുല എത്ര കിട്ടി? എംപിരിക്കൽ ഫോർമുല എത്ര കിട്ടിയത്? കാർബൺ എത്രയാണ്? ഒരെണ്ണം അല്ലെ? സി. ഹൈഡ്രജൻ എത്രയാണ്? 2 എണ്ണം. CH2. ക്ലോറിൻ എത്ര ഉള്ളത്? ഒരെണ്ണം. സോ CH2Cl ആണ് എംപിരിക്കൽ ഫോർമുല. നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എംപിരിക്കൽ ഫോർമുലയും കണ്ടുപിടിക്കണം, മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കണം. എംപിരിക്കൽ ഫോർമുല ഇപ്പൊ കണ്ടുപിടിച്ചു. ഇപ്പൊ കിട്ടിയിരിക്കുന്ന എംപിരിക്കൽ ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണം. സോ എങ്ങനെ എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുക? മോളിക്കുലാർ ഫോർമുല is equal to n into empirical formula. ഓക്കെ, മോളിക്കുലാർ ഫോർമുല is equal to n into empirical formula നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. ശരിയല്ലേ? n എങ്ങനെ കണ്ടുപിടിക്കുക? n is equal to given mass by given molar mass by empirical formula mass. Empirical formula mass. പ്രത്യേകിച്ച് വലിയ ഡെപ്തിൽ ആലോചിക്കാനൊന്നുമില്ല. ഗിവൺ മോളാർ മാസ്, ചോദ്യത്തിൽ മോളാർ മാസ് എത്ര തന്നിട്ടുണ്ട്? 19.96 തന്നിട്ടില്ലേ? ഡിവൈഡഡ് ബൈ നമ്മുടെ എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കണ്ടുപിടിക്കുക. എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാം. എങ്ങനെ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുക? കാർബൺ എത്ര ഉള്ളത്? ഒരെണ്ണം അല്ലെ? കാർബൺ ഒരെണ്ണേ ഉള്ളൂ. കാർബൺ അറ്റോമിക് മാസ് എത്രയാ? 12 ഇൻറ്റു എത്ര ഉണ്ട്? ഒരെണ്ണം. പ്ലസ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2 എണ്ണം. അറ്റോമിക് മാസ് എത്രയാ? 1 പ്ലസ് ക്ലോറിൻ എത്ര ഉണ്ട്? ഒരെണ്ണം. അറ്റോമിക് മാസ് എത്രയാ? 35.5. സോ ഫൈനൽ നമുക്ക് ഉത്തരം എത്ര കിട്ടും? നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 49.5 കിട്ടും. ഓക്കെ, ഒന്നും ചെയ്തിട്ടില്ല. കാർബൺ എത്ര ഉണ്ട്? ഒരെണ്ണം. 1 ഇൻറ്റു അറ്റോമിക് മാസ് എത്രയാ? 12 പ്ലസ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2 എണ്ണം ഇൻറ്റു 1 അറ്റോമിക് മാസ് എത്രയാ? 1 പ്ലസ് ക്ലോറിൻ എത്ര ഉണ്ട്? ഒരെണ്ണം ഇൻറ്റു അറ്റോമിക് മാസ് എത്രയാ? 35.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതെന്താ സാധനം? എംപിരിക്കൽ ഫോർമുല മാസ് അല്ലേ?
എംപിരിക്കൽ ഫോർമുല മാസ് അല്ലേ. സോ n is equal to given molar mass by empirical formula mass. given molar mass എത്രയാണ്? 98.96 ആണ്, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 49.5 ആണ്. ഉത്തരം എത്രയാണ്? കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എന്നിന്റെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു n ഇൻടു എംപിരിക്കൽ ഫോർമുല അല്ലേ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എന്നിന്റെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു 2 ഇൻടു എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എത്രയാ? CH2Cl അല്ലേ ആണ്. ബ്രാക്കറ്റിൽ ഇൻടു ഓരോന്നിനും 2 ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് കിട്ടും? C2H4Cl2 എന്ന് കിട്ടും. ഒന്നും ചെയ്തില്ല. ഈ 2 തിരി കൊടുത്തു, അപ്പൊ C2. ഈ 2 തിരി കൊടുത്തു, അപ്പൊ H4. 2 2s are 4. 2 ഇതേ 2 തന്നെ ക്ലോറിന് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പൊ C2H4Cl2 ആണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല. നിങ്ങൾ ഒറ്റ കാര്യം ഓർത്ത് വെക്കേണ്ടത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് n കിട്ടുക ഓർത്ത് വെക്കുക. പിന്നെ ഇതിൽ വേറെ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് വൃത്തിയായിട്ട് കൺഫ്യൂസ് ചെയ്യാം, വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. വേറെ പ്രത്യേകിച്ച് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊന്നും എംപിരിക്കലിൽ ഇല്ല. എംപിരിക്കൽ ഷുവർ ആയിട്ട് ചോദിക്കും. +2കാർ ഇപ്പോഴത്തെ +2കാർ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും അവിടെ അവർക്ക് എംപിരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സാം എത്തുന്ന സമയത്തും എനിക്കും ഉണ്ടായിരുന്നു. എംപിരിക്കൽ ഫോർമുലയും ലിമിറ്റിംഗ് റിയേജന്റ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർമുലയിലേക്ക് കിടക്കാൻ. പ്രോബ്ലം ആണ് മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ഓക്കെ, മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് മാസ് പെർസെന്റേജിന് നമുക്കൊരു ഫോർമുല അറിയണം. അതിന് മുന്നേ ഞാൻ എന്താ ചോദ്യം എന്ന് വായിക്കാം. കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ Na2SO4. Na2SO4 ൽ ഇരിക്കുന്ന എല്ലാ എലമെന്റുകളുടെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ Na2SO4 ഇതിനകത്ത് ഏതൊക്കെ എലമെന്റ് ഉള്ളത്? സോഡിയം ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇത് മൂന്നിനെയും ഇൻഡിവിജ്വലി കണ്ടുപിടിക്കണം. സോ നിങ്ങൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് മാസ് പെർസെന്റേജിന്റെ ഇക്വേഷൻ ആണ് അല്ലേ. Mass percentage is equal to mass of solute divided by mass of solution into 100. Mass of solute divided by mass of solution into 100. Okay. ഇതുവരെ മനസ്സിലായില്ലേ? ഇതാണ് മാസ് പെർസെന്റേജിന്റെ ഇക്വേഷൻ. നിങ്ങൾക്കപ്പോ ആദ്യം എന്തറിഞ്ഞിരിക്കണം? മാസ് ഓഫ് സൊല്യൂഷൻ എന്താണെന്ന് അറിയില്ല. അതായത് നമ്മുടെ ഈ സാധനത്തിന്റെ മാസ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഒരു ഫുൾ കോമ്പൗണ്ടിന്റെ മാസ് അല്ലെ. മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കട്ടെ. ഞാൻ Na2SO4 ആണ്, ശരിയല്ലേ. സോഡിയം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇൻഡു സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 23. പ്ലസ് സൾഫർ എത്ര എണ്ണം ഉണ്ട്? 1 എണ്ണം ഉണ്ട്. ഇൻഡു സൾഫർ അറ്റോമിക് മാസ് എത്രയാ? സൾഫർ അറ്റോമിക് മാസ് 32. ഓക്കെ, പ്ലസ് ഓക്സിജൻ എത്ര ഉണ്ട്? 4 എണ്ണം. ഓക്സിജൻ അറ്റോമിക് മാസ് എത്രയാ? 16. സോ നിങ്ങളൊക്കെ കാൽക്കുലേറ്ററിൽ വൃത്തിക്ക് അടിച്ചു കൊടുക്കുമല്ലോ. നമുക്ക് ഫൈനൽ ആൻസർ 142 ഗ്രാം പെർ മോളിന് കിട്ടും. 142 ഗ്രാം പെർ മോൾ ആണ് നമ്മുടെ ഈ സൊല്യൂഷൻ, മാസ് ഓഫ് സൊല്യൂഷൻ. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം മാസ് പെർസെന്റേജ് ഓഫ് സോഡിയം അല്ലെ. ആദ്യത്തെ എലമെന്റ് സോഡിയം അല്ലെ. സോഡിയത്തിന്റെ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കണം, അങ്ങനെയല്ലേ. സോഡിയത്തിന്റെ മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് ഇൻടു 100 ചെയ്താൽ മതി. മനസ്സിലായില്ലേ? സോഡിയത്തിന്റെ മാസ് എന്ന് പറയുമ്പോൾ സോഡിയത്തിന് എത്രയാണുള്ളത്? 23 അല്ലേ. സോഡിയം എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണത്തിന്റെ 23. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 2 ഇൻടു 23 ഡിവൈഡഡ് ബൈ 142 ആണ്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്. ഇൻടു എന്ത് ചെയ്യണം? 100 ചെയ്യണം. എന്തിനാണ് ഈ ഇൻടു 100 എന്തിനാ ചെയ്യുന്നത്? പെർസെന്റേജ് ആയിട്ട് കിട്ടാനാണ്. ഏതൊരു വാല്യൂ ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര മാർക്ക് ആണ് അല്ലെ, ഇത്ര മാർക്കിനെ പെർസെന്റേജ് ആക്കണമെങ്കിൽ ഇൻടു 100 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. എത്രയുള്ളത്? ടോട്ടൽ എത്രയില് ഇൻടു 100 ചെയ്യാം. മനസ്സിലായോ? അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ 1000 മാർക്കാണ്. എത്രയില്? 1200 ഇൻടു 100. ഇത് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ എത്രയാണോ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണോ ഇൻടു 100 ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം എത്ര കിട്ടും? 23 ഇൻടു 2 എന്ന് പറഞ്ഞാൽ 46 അല്ലേ. 46 ഡിവൈഡഡ് ബൈ 142 ഇൻടു 100 അല്ലേ. ഫൈനൽ ആൻസർ എത്ര കിട്ടുക? കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, 32.4% കിട്ടും. മാസ് പെർസെന്റേജ് ഓഫ് സോഡിയം കിട്ടിയില്ലേ. ഇതേപോലെ അടുത്ത് സൾഫർ ചെയ്യാലോ വേഗം. മാസ് പെർസെന്റേജ് ഓഫ് സൾഫർ. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? സൾഫറിന്റെ മാസ് എഴുതണം ഡിവൈഡഡ് ബൈ ഇത് ഇൻടു 100. സൾഫറിന്റെ മാസ് എത്രയാ? 32 ആണ്. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ എന്താണ്? 1 ഇൻടു 32 ഡിവൈഡഡ് ബൈ 132 ഡിവൈഡഡ് ബൈ 142 ഇൻടു 100. സോ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും? ഫൈനൽ ആൻസർ എത്രയാണുള്ളത്?
22.5% ആണ്. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടാവുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ ഈ ഫൈനൽ ആൻസർ പറയുന്നത്. കാൽക്കുലേറ്റർ ഉണ്ടാവണമല്ലോ, പ്ലസ് 2 കുട്ടിയെ കാൽക്കുലേറ്റർ ഉണ്ടായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി എന്താണത്? ഓക്സിജന്റെ മാത്രം കണ്ടുപിടിക്കാനുണ്ട്, ശരിയല്ലേ? ഞാൻ ഇവിടെ ചെയ്യട്ടെ. എന്നാ ഓക്സിജന്റെ മാസ് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. ഓക്സിജന്റെ മാസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണ്. ഇൻറ്റു എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ 142 ഇൻറ്റു 100. ശരിയല്ലേ? 16 into 4 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ? 16 into 4 is equal to 16 into 4 divided by 142 into 100 അല്ലേ? ടോട്ടൽ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടുക? 45.1% കിട്ടും. ഓക്കെ, 45 that is 64 ആണ് ഇവിടെ കിട്ടുക. 16 into 4 എന്ന് പറഞ്ഞാൽ 64 divided by 142 into 100. So 41.1% കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഓരോന്ന് ഇതിന്റെ ആദ്യം കണ്ടുപിടിക്കുക, വൃത്തിക്കുക, ഓരോന്നോരോന്ന് കൊണ്ടുവരിക. എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ അത് നോക്കി വെക്കണം. ഇപ്പൊ സോഡിയം ആണെങ്കിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 into 23 ചെയ്യണം. അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കണം. അത്രേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാസ് പെർസെന്റേജിന് ഒന്നുമില്ല. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിലൂടെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടാവും എങ്ങനെ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ. ഫോർമുല അറിയണം. അതിനിപ്പോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫോർമുല പഠിക്കണം, നിങ്ങൾ തന്നെ പഠിക്കണം. അങ്ങനെ അപ്പൊ മനസ്സിലായില്ലേ എന്താണ് മാസ് പെർസെന്റേജ് എന്ന്? ഇനി ഞാൻ നിങ്ങൾക്ക് മാസ് പെർസെന്റേജ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് രണ്ട് ഫോർമുലാസ് പറഞ്ഞുതരാം. മൊളാരിറ്റിന്റെയും മൊളാലിറ്റിന്റെയും 2 ഫോർമുലാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രീവിയസിൽ ഒരു എന്താ പറയാ, അത്രയും റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും മൊളാലിറ്റി ഫോർമുലാസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുന്നില്ല നിലവിൽ. ഓക്കെ, നമ്മൾക്കത് അത് വരില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പർ അവരുടെ ഇഷ്ടത്തിലാണ് വിടുന്നത്. നമ്മൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് മേ ബി ചോദിക്കാം. സോ കറന്റ് നോക്കുകയാണെങ്കിൽ അതില്ല. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊളാലിറ്റിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം മൊളാലിറ്റി ഈസ് ഈക്വൽ ടു, മൊളാലിറ്റി ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. മാസ് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാം, mass of solute in gram per liter divided by molar mass of solute. Molar mass of solute. ഇതാണ് മൊളാലിറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, മൊളാലിറ്റിന്റെ എഴുതട്ടെ. മൊളാലിറ്റി is equal to സ്മോൾ ലെറ്റർ m വെച്ച് റെപ്രസെന്റ് ചെയ്യും. mass of solute in gram per kilogram of solvent divided by molar mass of solute. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾ പ്രോബ്ലംസ് സമയത്തിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുക. ഫൈനൽ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക. സോ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. 3 പാർട്ടായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. 3 പാർട്ടും എല്ലാവരും കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വരിക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.